ഹായ് ഹലോ ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സ് ആണ് നോക്കുന്നത്. മാത്സിലെ ക്യൂബ്സിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നോക്കി. എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ക്യൂബ് കാണുക എന്നുള്ളതിനുള്ള ട്രിക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നമ്പർ നമുക്ക് തന്നാൽ, ഒരു പെർഫെക്റ്റ് ക്യൂബ് നമുക്ക് തന്നാൽ എങ്ങനെയാണ് ആ ഒരു നമ്പർ ക്യൂബിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അധികം സമയമൊന്നും കളയണ്ട. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ എന്തിനാണ് ഈ ക്യൂബും ക്യൂബ് റൂട്ടും ഒക്കെ പഠിക്കണേ, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഒക്കെ പഠിക്കണേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരുമോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. ഡയറക്റ്റ് ആയിട്ടൊന്നും വരാനുള്ള ചാൻസ് വളരെ റെയർ ആണ്. പക്ഷെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോഴൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സിംപ്ലിഫിക്കേഷൻസ്, വലിയ വലിയ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ, അതുപോലെ ചില ടൈപ്പ് വേർഡ് പ്രോബ്ലംസിൽ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് എന്താണെന്ന് കാണാനും, അതുപോലെ സ്ക്വയർ എന്താണെന്ന് അറിയാനും ഒക്കെ അവിടെ ആയിരിക്കും നമുക്ക് ആവശ്യം വരിക. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ഇങ്ങനത്തെ ടിപ്പുകൾ അല്ലെങ്കിൽ ട്രിക്കുകൾ അറിയാമെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്യൂബ്സിൽ നോക്കിയ പോലെ തന്നെയാണ് നമ്മൾ ക്യൂബ് റൂട്ടിലും നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്? നമ്പേഴ്സിന്റെ 1 to 10 വരെയുള്ള നമ്പേഴ്സിന്റെ ക്യൂബ്സ് അറിയണം. അതിന്റെ എന്തും കൂടെ അറിയണം? യൂണിറ്റ് ഡിജിറ്റ് കൂടെ അറിഞ്ഞു വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്? എന്ത് മാത്രമാണ്? 2 സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരികയാണെങ്കിൽ, സ്ക്വയർ അല്ല, ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരികയാണെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. ഇനി ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. പിന്നെന്തായിരിക്കും? ക്യൂബിന്റേത് 3 ആണ് യൂണിറ്റ് ഡിജിറ്റ് എങ്കിൽ ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേത് എന്തായിരിക്കും? 3 ആയിരിക്കും. ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. 4 ആണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് രണ്ടും 4 ആണ്, യൂണിറ്റ് ഡിജിറ്റ് രണ്ടും 5 ആണ്. 6ഉം അതുപോലെ തന്നെയാണ്. 9, 0യും അതുപോലെയാണ്. 1ഉം അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ക്യൂബ്സ്. ഇപ്പൊ 1 to 10 വരെയുള്ള ക്യൂബ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഒരു നമ്പറിന്റെ ക്യൂബ് കാണുന്നത്? അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു നമ്പർ 5832 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ ക്യൂബ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ 3 നമ്പറിനെ ഒരു പെയറാക്കി എടുത്തു. പിന്നെയുള്ള ഒരു നമ്പറിനെ ഒരെണ്ണാക്കിയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? 832 ഇതിങ്ങനെ 2 പാർട്ടാക്കി എടുത്തു. ഈ 832ന്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, 2 ആണ്. അപ്പൊ നമ്മുടെ ക്യൂബ് റൂട്ടിൽ എന്തായിരിക്കും വരിക? ക്യൂബ് റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 8 ആയിരിക്കും അല്ലെ. ഇത് 2 ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റേത് 8 ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ യൂണിറ്റ് ഡിജിറ്റ് കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ തൊട്ട് മുന്നേ വലിയ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. തൊട്ട് താഴെ വരുന്നത് 1 ആണ്. അപ്പൊ നമ്മൾ എന്തെടുക്കണം? ഇവിടെ 1 ആണ് എടുക്കേണ്ടത്. സോ 18 ക്യൂബ് ആണ് 5832 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇനി പറഞ്ഞു തരുന്നതിന് മുൻപ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ 1 to 10 വരെ പഠിച്ചു. ഇനി പഠിക്കേണ്ട ഒരു കാര്യം 10 ക്യൂബ് 1000. ഓക്കെ, 20 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ 8 ആണ്. 8ന്റെ കൂടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 0 ആണ് ആഡ് ആവുക. 30 ക്യൂബ് എന്ന് പറയുമ്പോൾ 3യുടെ ക്യൂബ് 27 ആണ്. 0യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 0. 40 ക്യൂബ് എന്ന് പറയുമ്പോൾ 4ന്റെ ക്യൂബ് 64, അതിന്റെ കൂടെ 3 0 ആഡ് ചെയ്യുക. 50 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 125, then add 3 zeros to it. 60 ക്യൂബ് എന്ന് പറയുമ്പോൾ 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 216 ആണ്. അതിന്റെ കൂടെ 3 0. 70 ക്യൂബ് എന്ത് വരും?
3430000. 80 ക്യൂബ് ആണെങ്കിൽ 512000. 90 ക്യൂബ് ആണെങ്കിൽ എന്താ വരിക? 729000. ദെൻ 100 ക്യൂബ്. 100 ക്യൂബ് ഒന്നും നമുക്ക് ആവശ്യം വരില്ല, എന്നാൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാം? അതും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ തരികയാണ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ നോക്കിയത് 5832 എന്ന് പറയുന്ന നമ്പറാണ്. 5832 എന്ന് പറഞ്ഞ നമ്പർ എന്തിന്റെ ഇടയിൽ വരുന്ന നമ്പറാണ്? 1000ന്റെയും 8000ന്റെയും ഇടയിൽ വരുന്ന നമ്പറാണ് 5832 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? 5832 എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇടയിലാണ്? 1000നേക്കാൾ വലുതാണ്, പക്ഷെ എന്താണ്? 8000നേക്കാൾ ചെറുതുമാണ്. അപ്പൊ 2 യൂണിറ്റ് ഡിജിറ്റിൽ വന്നത് കൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണെന്ന് നമുക്കറിയാം. 1000ന്റെയും 8000ന്റെയും ഇടയിലായതുകൊണ്ട് തന്നെ 8000 എന്ന് പറഞ്ഞാൽ 20 ക്യൂബ് ആണ്, 1000 എന്ന് പറഞ്ഞാൽ 10 ക്യൂബ് ആണ്. 10 ക്യൂബിന്റെയും 20 ക്യൂബിന്റെയും ഇടയിലായതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുകൂടെ, ഇത് 1 to 10 വരെയുള്ള ക്യൂബ് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഈ കിട്ടിയിരിക്കുന്ന ആൻസേഴ്സിന്റെ കൂടെ എല്ലാം ഒരു 3 zeros ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നമ്പറിലും എന്ത് ചെയ്യാം? ഈ രണ്ട് മെത്തേഡ്സും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഇപ്പൊ പറഞ്ഞ മെത്തേഡ് നോക്കാം. ഈ നമ്പർ എത്രയാണ്? 10648 എന്നാണ് ഈ ഒരു നമ്പർ. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന ഈ ഒരു ട്രിക്ക് ഞാൻ എവിടെയും കണ്ടതല്ല. ഞാൻ എഴുതി ഇങ്ങനെ നോക്കി, ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തൊരു ട്രിക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ 10 ക്യൂബ് 20 ക്യൂബിന് ഇടയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ഓക്കെ ആയിരിക്കുമോ എന്നും എനിക്കറിയില്ല. എന്നാൽ കൂടിയിട്ടും കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് ഫോളോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ 10,648 എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണ്? 27,000 ആണ് അല്ലെ? 27,000 എന്ന് പറഞ്ഞാൽ 30 ക്യൂബ് ആണ്. അതിന് തൊട്ട് താഴെ വരുന്നത് ഏതാണ്? 8,000 ആണ്. 8,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ക്യൂബ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 8 ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി 20യുടെയും 30യുടെയും ഇടയിലുള്ള നമ്പർ ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ഇവിടെയും എന്തായിരിക്കും? 2 ആയിരിക്കും. സോ 22 ക്യൂബ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ ഒരു 10,648 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു തവണ കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു മെത്തേഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 10,648 എന്ന് എഴുതുക. ഇതിനെ ആദ്യത്തെ 3 എണ്ണം ഒരു പാർട്ടായിട്ടും പിന്നുള്ള നമ്പേഴ്സ് ഒരു പാർട്ടായിട്ടും നമ്മൾ എടുത്തു. 648 ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണെന്ന് ഇവിടെ എഴുതി. പിന്നെ നമുക്ക് വേണ്ടത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10ന്റെ തൊട്ട് മുന്നേ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണ്? 27 ആണ്. തൊട്ട് താഴെ വരുന്ന എന്താണ്? 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്. 27 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ആണ്. സോ നമ്മൾ എന്തെടുക്കും? 2 ആണ് എടുക്കുക. അപ്പൊ 22 ക്യൂബ് ആണ് വരിക. ഇത് നമ്മൾ രണ്ട് ടൈപ്പിൽ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 2 പാർട്ടാക്കി എടുത്തിട്ട് ചെയ്തു. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്തു. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് നോക്കിക്കോ. എന്താ വരുന്നത്? 474552. അപ്പൊ 474552 എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയാ, നമ്മൾ നോക്കിയേ നമുക്ക് ഏതൊക്കെ ക്യൂബ്സ് ആണ് അറിയാവുന്നത്? 474552. 474552. അപ്പൊ അത് ഏതിന്റെ ഇടയിലായിരിക്കും? 70യുടെയും 80യുടെയും ഇടയിലായിരിക്കും വരുന്നത് അല്ലെ? ഇപ്പം ഇത് എത്രയാണ്? 3,43,000 ആണ് എന്ത് വരുന്നത്?
70 ക്യൂബ് വരുന്നത്. 80 ക്യൂബ് ആണെങ്കിൽ 5,12,000 ആണ് എന്ത് വരുന്നത്, 80 ക്യൂബ് വരുന്നത്. അപ്പൊ അത് രണ്ടെണ്ണത്തിന്റെയും ഇടയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? 474,552 എന്ന് എഴുതാം. ഇത് ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും. കാരണം എന്താ അറിയോ, നമുക്കറിയാം 7ന്റേത് എത്രയാണ്, 343 ആണ്. 8ന്റേത് എത്രയാണ്, 512 ആണ്. അപ്പോൾ ഇത് എന്തിലാണ് വരിക, 7ലാണ് വരിക എന്ന് മനസ്സിലായി. യൂണിറ്റ് ഡിജിറ്റ് 2 ആയതുകൊണ്ട് തന്നെ ക്യൂബ് റൂട്ടിന്റേത് 8 ആയിരിക്കും. അപ്പൊ 78 ക്യൂബ് ആണ് എന്ത് വരിക, ഇവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു നമ്പറിന്റെ ഇത് നമുക്ക് പാർട്ടായിട്ടും ചെയ്യാം. 474,552 അത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് ചെയ്യണത്. 552 എന്ന് പറയുമ്പോൾ എന്ത് വരും, 8 വരും. 474 എന്ന് പറഞ്ഞാൽ എന്താണ്, 512, ഇവിടെ 343. അപ്പൊ നമുക്ക് എന്ത് വരും, 7 ആണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം, 78 ക്യൂബിന്റെ 78 ആണ് എന്തെന്ന് പറയണത്, 474,552. ഞാൻ ഇവിടെ ഒരു മണ്ടത്തരം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒക്കെ 3 ക്യൂബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ക്യൂബ് ഇവിടെ ഇല്ല. ആക്ച്വലി ഇത് ക്യൂബ് അല്ല, ക്യൂബ് റൂട്ട് കാണേണ്ടതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ അടുത്തത് 250047. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 250047. നമുക്ക് 250047 എന്ന് പറഞ്ഞാൽ 250ന്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്നത് ഏതാണ്, തൊട്ട് ഫ്രണ്ടിൽ വരുന്നുണ്ടാവുക 343 ആണ് അല്ലെ. 343,000, ദാറ്റ് ഈസ് 70 ക്യൂബ് ആണ് വരുന്നത്. താഴെ വരുന്നത് ഏതാണ്, 216,000 ആണ്, ദാറ്റ് ഈസ് 60 ക്യൂബ് ആണ് വരുന്നത്. അപ്പം ഇവിടെ 7 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം, യൂണിറ്റ് ഡിജിറ്റ് 3 ആണെന്നറിയാം. 6ന്റെയും 7ന്റെയും ഇടയിലായതുകൊണ്ട് തന്നെ 63 ക്യൂബ് ആണ് ആൻസർ വരുന്നത്, ക്യൂബ് റൂട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഏത് നമ്പർ തന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കിക്കോ, 140,608. അപ്പം 140,608 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 140നേക്കാൾ വലുത് വരുന്നത് ഏതാണ്, 216 ആണ്. 000. ഇവിടെ വരുന്നത് ഏതാണ്, 125,000. അപ്പം ഇവിടെ 8 ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. 125 ഇത് ഏതാണ്, 50 ക്യൂബ് ആണ്. ഇത് 60 ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, 52 ക്യൂബ് ആണ് എന്ത്, 140,608 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്യൂബ് റൂട്ടിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ക്യൂബ് റൂട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 1 to 10 വരെയുള്ള ക്യൂബ്സ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ക്യൂബ് റൂട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.